നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ക്ഷേത്ര ഐതിഹ്യത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രമാണ് ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ. വൈക്കത്ത് മാത്രം കാണുന്ന ഒരു ചടങ്ങാണ് ഘട്ടിയം ചൊല്ലൽ. ദീപാരാധനയ്ക്കും അത്താഴ ശ്രീബലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഇത് നടക്കുക. മുകളിൽ ഋഷഭവാഹനവും 5 അടി ഉയരമുള്ള ഒരു വെള്ളിവടി കയ്യിൽ പിടിച്ച് അഞ്ജലിബദ്ധനായി നിന്ന് ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലലാണ് ഘട്ടിയം ചൊല്ലൽ ചടങ്ങ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്ത് 1039 ആണ്ട് തുലാമാസം 27 തീയതിയായിരുന്നു ഈ ചടങ്ങിന് തുടക്കമിട്ടത്. അണ്ഡാകൃതിയിലുള്ള ശ്രീകോവിൽ. കേരളത്തിലെ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് വൈക്കം ക്ഷേത്രത്തിലേത്. വാസ്തുവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള ശില്പികൾക്ക് മാത്രമേ ഇത്തരമൊരു അപൂർവ രചന ചെയ്യാൻ കഴിയുകയുള്ളൂ. പെരുന്തച്ചൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന കേരളത്തിലെ 2 ക്ഷേത്ര ശ്രീകോവിലുകളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. മറ്റൊന്ന് വാഴപ്പിള്ളിയാണ്. വൈക്കത്ത് അണ്ഡാകൃതിയിലും വാഴപ്പിള്ളിയിൽ വർത്തുളാകൃതിയിലുമാണ് പെരുന്തച്ചൻ ശ്രീകോവിൽ പണിതിരിക്കുന്നത്. വൈക്കത്തെ ശിവൻ പെരുംതൃക്കോവിലപ്പനായാണ് അറിയപ്പെടുന്നത്. നിത്യപൂജകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കാലത്ത് 3 മണിയോടുകൂടി നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമാല്യ ദർശനം. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോട് കൂടിയ ദർശനമാണ് നിർമാല്യ ദർശനം എന്നറിയപ്പെടുന്നത്. നിർമാല്യം തൊഴുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം ശിവലിംഗത്തിലെ അലങ്കാരങ്ങളൊക്കെ മാറ്റുന്നു. തുടർന്ന് ശംഖാഭിഷേകം. ക്ഷേത്രക്കുളത്തിലെ ജലം വലംബരി ശംഖിൽ നിറച്ച് മന്ത്രപുരസരം അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഇത്. ശംഖാഭിഷേകത്തിന് ശേഷം ശിവലിംഗം ഭസ്മം, രുദ്രാക്ഷമാല, കൂവളമാല, തുമ്പപ്പൂമാല, ചന്ദ്രക്കലകൾ, ത്രിനേത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുന്നു. പിന്നെ മലർ നിവേദ്യം. അതിനുശേഷം 4 മണിക്ക് ഉഷപൂജ നടത്തുന്നു. സൂര്യോദയ സമയത്ത് എതിരേറ്റു പൂജയും തുടർന്ന് ശിവന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് എതിരേറ്റു ശീവേലിയും നടത്തുന്നു. ശീവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും പലതരം ധാരകളും നടത്തും. 8 മണിക്ക് പന്തീരടി പൂജ. നിഴലിന് 12 അടി നീളമുള്ളപ്പോൾ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വന്നത്. പിന്നീട് 11 മണിക്ക് ഉച്ചപൂജ നടത്തുന്നു. അതിനോടനുബന്ധിച്ച് ശതകലശവുമുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചശീവേലി. രാവിലത്തെ ശീവേലിക്കുള്ള അതേ ചടങ്ങുകളാണ് ഉച്ചശീവേലിക്കും. ഉച്ചശീവേലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു. പണ്ട് ഇവിടെ പരദേശ ബ്രാഹ്മണരുടെ വകയായി സന്ധ്യവേല എന്നൊരു ചടങ്ങ് എല്ലാ ദിവസവും ദീപാരാധന സമയത്ത് ഉണ്ടായിരുന്നു. ഇന്ന് അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ദീപാരാധന കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് അത്താഴ പൂജയും 8:30-ക്ക് അത്താഴ ശീവേലിയും നടത്തി 9 മണിക്ക് നട അടയ്ക്കുന്നു. ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ വിവരിച്ചവ. വിശേഷ ദിവസങ്ങളിൽ ഉദാഹരണത്തിന് വൈക്കത്തഷ്ടമി മഹോത്സവം, ശിവരാത്രി, തിങ്കളാഴ്ച, പ്രദോഷവ്രതം, തിരുവാതിര, വിശേഷിച്ച് ധനുമാസത്തിൽ ഉദയാസ്തമന പൂജ, സഹസ്രകലശം എന്നീ വിശേഷ അവസരങ്ങളിൽ പൂജകൾക്ക് മാറ്റം വരും. ഈ ദിവസങ്ങളിൽ ഋഷഭവാഹനത്തിലേറ്റിയാണ് അത്താഴ ശീവേലി നടത്തുന്നത്. ക്ഷേത്രത്തിൽ ഭദ്രകാളി, മറ്റപ്പിള്ളി, മേക്കാട്ട് എന്നീ കുടുംബങ്ങളിൽ നിന്നായി 2 തന്ത്രിമാരുണ്ട്. ആദ്യം വൈക്കത്ത് തന്നെയുണ്ടായിരുന്ന മോനാട്ട് ഇല്ലത്തിനായിരുന്നു തന്ത്രാധികാരം. പിന്നീട് അവിടുത്തെ ഒരു നമ്പൂതിരി ഒഴിഞ്ഞതിനെ തുടർന്ന് മേക്കാട്ടിന് തന്ത്രാധികാരം ലഭിക്കുകയും പിന്നീട് രസകരമായ ഒരു സംഭവം വഴി ഭദ്രകാളി മറ്റപ്പിള്ളിക്ക് പകുതി തന്ത്രം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ക്ഷേത്രത്തിലെ മേൽശാന്തി അവകാശം തരണി ഇല്ലത്തിനാണ്. വൈക്കം ക്ഷേത്രത്തിലെ ശാന്തിക്കായി കടത്തനാട്ട് നിന്ന് കുടിയേറി വന്ന ഒരു ബ്രാഹ്മണ കുടുംബമാണിത്. ആദ്യം
ചോഴമംഗലത്തില്ലത്തിനായിരുന്നു മേൽശാന്തി അവകാശം. പിന്നീട് ആറങ്ങോട്ടില്ലത്തിനായി. ഈ രണ്ടില്ലങ്ങളും അന്യം നിന്ന് പോയപ്പോഴാണ് തരണിയില്ലം മേൽശാന്തിമാരായത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് മേൽശാന്തി മഠം. തരണിയില്ലത്തിനോടൊപ്പം കടത്തനാട്ട് നിന്ന് കുടിയേറി വന്ന മറ്റ് 10 ബ്രാഹ്മണ കുടുംബങ്ങൾ കീഴ്ശാന്തിപ്പണി ചെയ്യുന്നു. തുടർച്ച അടുത്ത പംക്തിയിൽ. നന്ദി, നമസ്കാരം.